ഈ വീഡിയോയിൽ ആൽബം ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് അത് പ്രിൻറ്റിങ്ങിന് വിടുന്നത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സംസാരിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരും കാണരുത്. നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള എഡിറ്റർ, ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞാനിതിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഒരു ആൽബം എന്നത് നമുക്ക് വെഡ്ഡിങ് മാത്രമല്ല പല രീതിയിലുള്ള ഈവൻറ്റ്സിന് നമ്മൾ ആൽബം ചെയ്യാറുണ്ടല്ലേ. അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് ഏത് സൈസിന് ആൽബം ചെയ്യണമെന്നുള്ളതാണ്. ഈ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു എഡിറ്റർ മാത്രമാണെങ്കിൽ നമുക്ക് ഈ വർക്ക് തരുന്നത് ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ പറയുന്ന സൈസിനാണ് നമ്മൾ ഈ ആൽബം ക്രിയേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. പക്ഷേ നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ കം എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ ആൽബം ഡിസൈൻ ചെയ്യേണ്ടത് ഫുള്ളി കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവിടെ കസ്റ്റമറിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ കസ്റ്റമറോട് സംസാരിച്ചോ അല്ലെങ്കിൽ നിങ്ങളായിട്ടോ ഒരു ആൽബം ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സൈസിനാണ് ആ ആൽബം ഞാൻ കസ്റ്റമറിന് കൊടുക്കേണ്ടതെന്ന് ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് മാത്രമേ ആ വർക്ക് നിങ്ങൾ എടുക്കാവൂ. ഇതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. നമുക്ക് കോമൺലി നമ്മുടെ കേരളത്തിൽ ചെയ്തു വരുന്ന വെഡ്ഡിങ് എല്ലാ ആൽബംസിലും ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആയാലും എൻഗേജ്മെൻ്റ് ആയാലും കുറച്ച് കോമൺ ആയിട്ടുള്ള സൈസുകൾ ഞാൻ പറഞ്ഞുതരാം. 12-36, 12-30, 18-24, 15-24. പിന്നെ ഉണ്ട് നമ്മൾ ഈ കുഞ്ഞ് ആൽബം ഉണ്ട്, അതായത് എൻഗേജ്മെൻറ്റ്, ചെറിയ എൻഗേജ്മെൻറ്റ്, ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കുഞ്ഞ് ആൽബം മതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് 12-18. നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യുന്ന സൈസില്ലേ, ആ സൈസ് തന്നെയാണ് 12-18. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ ഈ ഫീൽഡിൽ മുൻപേ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടിക്കും, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഈ ഒരു സൈസ് കേൾക്കുമ്പോൾ അന്തം വിടും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഞാനിവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസ് ഓപ്പണായി വരും. അതിനകത്ത് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിക്സൽ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്കിവിടെ ഇഞ്ചസ് ആക്കാം. ഇഞ്ചസ് ആക്കിയിട്ട് നിങ്ങളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സൈസുകൾ ഏതൊക്കെയാണ്? ആദ്യം ഞാൻ പറഞ്ഞത് 12-36. അത് ഒരു ആൽബത്തിൻ്റെ ഹൈറ്റും വിത്തുമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം അതിൽ ഏറ്റവും വലുത് ഏതാണ്? 36. ആ 36 വിത്ത്. ഞാൻ 36 അവിടെ കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റ് 12 ആക്കുവാണ്. അത് കഴിഞ്ഞിട്ട് താഴെ റെസൊല്യൂഷൻ നമ്മൾ 300 ആക്കണം. ഈ റെസൊല്യൂഷൻ 300 തന്നെ ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതൊരിക്കലും കാണാതെ നിങ്ങൾ ചെയ്ത് വെക്കരുത്. പിന്നെ ആൽബത്തിന് ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഊപ്പാട് വരും നിങ്ങളെ. അതുകൊണ്ട് ഈ റെസൊല്യൂഷൻ 300 ആക്കാൻ ഒരിക്കലും മറന്നു പോയത് കേട്ടോ. ബാക്കിയൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട, ഇതിങ്ങനെ തന്നെ അങ്ങ് കിടന്നോട്ടെ. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുന്നു. ഇതൊന്ന് ക്ലിയർ ആക്കി കാണിച്ചു തരാവേ, കുറച്ചൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഓക്കെ ഫൈൻ. ഈ ഒരു ലൈൻസ് മാറ്റാനായിട്ട്, അതായത് റൂളറിൻ്റെ ലൈൻസ് മാറ്റാനായിട്ട് ഈ ലൈനിൽ കൊണ്ടുവച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഗൈഡ്സ് കൊടുത്താൽ മതി കേട്ടോ, അങ്ങ് പൊക്കോളും. ഓക്കെ ഫൈൻ. നമുക്കിപ്പോൾ നമ്മൾ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ഭാഗമാണ് 36 ഇഞ്ച്. ഈ ഒരു ഭാഗം എത്രയാണ്? 12 ഇഞ്ച്. ഞാനിവിടെ റൂളറിൽ, ഇത് പിക്സലാണെന്ന് തോന്നുന്നു, അത് മാറ്റിയിട്ട് ഇഞ്ചസ് ആക്കുവാണ്. ഈ റൂളറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇഞ്ചസ് ആക്കിയാൽ മതി. ഇഞ്ചസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ആൽബം എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക. അതായത് 36ൻ്റെ സെൻറ്റർ എത്രയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈഡിൽ വന്നിട്ട് നിങ്ങളൊരു റൂളറിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തനിയെ സെൻറ്ററിലൊരു പിടുത്തം വരും. കണ്ടോ, ഇവിടെ ഒരു കാന്തം കണക്ക് കയറി പിടിച്ചോളും. കണ്ടോ? അപ്പോൾ സെൻറ്റർ തന്നെ അങ്ങ് ലോക്ക് ആയിക്കോളും. അങ്ങനെ ഒരു ഉപയോഗം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഈ സെൻറ്റർ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആൽബം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ പേജായിട്ടല്ല ഡിസൈൻ ചെയ്യുന്നത്, 2 പേജും കൂടി ഒരുമിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഒരു പേജും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പേജും കൂടി ഒരുമിച്ചായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനെ ഒരു ഷീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആൽബം ഈ സൈസിനായിരിക്കില്ല, ഇത്രയും വലിയ സൈസിനല്ല ആൽബം വരുന്നത്. ആൽബം ഈ അകത്ത് കാണുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ കളറൊന്ന് മാറ്റാം. ഞാൻ ഇവിടെ Ctrl+J അടിച്ചിട്ട് ഇതൊന്ന് ചെറുതാക്കുവാണ്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കളറൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ. ഇനി നോക്കിക്കോളൂ. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇത്രയും ഭാഗമാണ് സത്യത്തിൽ യഥാർത്ഥ ആൽബത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടച്ചു വയ്ക്കുന്ന സൈസ്. ആൽബം അടച്ചു വെച്ചേക്കുമ്പോൾ ഇതായിരിക്കും ആൽബത്തിൻ്റെ സൈസ്. ആൽബം നിവർത്തി വയ്ക്കുമ്പോൾ ഉള്ള സൈസാണ് ഈ ടോട്ടൽ നിങ്ങൾ കാണുന്ന 36 ഇഞ്ച് 12 ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആൽബം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ 2 പേജ് ഒരുമിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. തൊട്ടടുത്ത് വരാൻ പോകുന്ന 2 പേജുകൾ ഒരുമിച്ച് ഒറ്റ ഷീറ്റായിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് വെക്കാൻ പോകുന്നത്.
മനസ്സിലായല്ലോ? അതിനാണ് ഈ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഈ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു ഫോട്ടോ, ഞാൻ ഉദാഹരണത്തിന് 2 ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ ഈ 2 ഫോട്ടോ സാമ്പിളിൽ ഞാൻ ഇവിടെ ഇടാണ്. വലിച്ചിങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റർ അടിക്കുന്നു. അടുത്ത ഫോട്ടോ വരട്ടെ, അതും എൻ്റർ അടിക്കുന്നു. ഓക്കെ, 2 ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യാണ്. കണ്ടോ, ഞാനിവിടെ വെച്ചു. ഓക്കെ, ഈ 2 ഫോട്ടോ ഞാനിങ്ങനെ വെച്ചു. കണ്ടല്ലോ, ഈ 2 ഫോട്ടോയും നമ്മൾ ഈക്വലായിട്ട് 2 പേജിലും കറക്റ്റിന് വെച്ചു. ഈ സെൻറ്റർ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആൽബം പ്രിൻറ്റിങ് വരുന്ന സമയത്ത് ഇവിടെ നടുക്കൊരു മടക്ക് വരും. അതായത് നിങ്ങൾക്കറിയാലോ, നമ്മളൊരു ബുക്ക് നിവർത്തി വെച്ച് എങ്ങനെയായിരിക്കും, അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ കാണും, ചിലപ്പോൾ ഒരു കട്ട് കാണും, 2 പേജുകൾ ചേരുന്നതിൻ്റെ ഒരു മടക്കുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ആൽബം ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളിത് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ, ഇത് മുകളിലോട്ടായിക്കോട്ടെ, ഒരു സെക്കൻഡേ, ഇതിനെ ഒന്ന് മുകളിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫോട്ടോ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കസ്റ്റം ചെയ്ത് ആൽബം ഡിസൈൻ ചെയ്തെന്ന് വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ആൽബം വരുമ്പോൾ ഈ ഒരു ഭാഗം മടങ്ങി പോവും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ ഒരു സബ്ജക്റ്റ് അതിൽ അകത്തായി പോവും. അപ്പോൾ അതും അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗം ആദ്യമേ കണ്ടുപിടിച്ച് വയ്ക്കുന്നത്. ഈ ഒരു ഭാഗം മടങ്ങുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ സാധാരണ വെക്കാറില്ല. നമ്മൾ കൂടുതലും ഇങ്ങോട്ട് കയറേണ്ടി വന്ന ഈ ഒരു ഫോട്ടോ ഇങ്ങോട്ട് വെക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ഇതങ്ങ് വെക്കും. അതായത് പ്ലെയിനായിട്ട് കിടക്കുന്ന ചുവരോ അല്ലെങ്കിൽ ബാക്കി സബ്ജക്റ്റിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ ഒരു മടക്കിൽ കൊണ്ട് കൊടുക്കും. അതൊരു കുഴപ്പമുള്ള കാര്യമല്ല, നമ്മളങ്ങനെ വെക്കാറുമുണ്ട്. അതായത് ഇങ്ങനെ ഇത്രയും വലുതാക്കിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആൽബം ചെയ്യാറുണ്ട്. ഇങ്ങനെ വലുതാക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആൽബത്തിൻ്റെ ഇങ്ങനെയൊക്കെ പല രീതിയിലും ഇങ്ങനെയൊക്കെ ഡിസൈനിങ് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ഇതൊന്ന് ഞാൻ ഹൈഡ് ചെയ്തേ. ഓക്കെ, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സെൻറ്റർ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് കറക്റ്റ് മടക്ക് വരാൻ പോകുന്നത്. ഈ 2 ആൽബവും ഈ 2 പേജും സെപ്പറേറ്റ് ആവുന്ന സെൻറ്റർ ഭാഗം എപ്പോഴും മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൽബം ചെയ്യാനായിട്ട്. ഇനി ഞാൻ മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, ഈ ആൽബം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കസ്റ്റമറിനോട് ആദ്യമേ ആൽബത്തിൻ്റെ സൈസ് പറയണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോഗ്രാഫറിനെ ഫോട്ടോ എടുക്കാൻ വിടുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫറിനോട് പറയുക, ആൽബത്തിൻ്റെ സൈസ് ഇതാണ്, അതനുസരിച്ച് ഫോട്ടോ എടുക്കണമെന്ന്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കിയത് 12:36 എന്ന് പറയുന്ന സൈസിൻ്റെ ആൽബമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. ഇനി നമ്മൾ മറ്റൊരു ആൽബത്തിൻ്റെ സൈസ് പറഞ്ഞു 18:24 15:24. ഇതിൽ നമുക്ക് 15:24 ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കൺട്രോൾ N പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഈ 36 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എത്ര ആക്കുകയാണ്, 24ഉം അതുപോലെ തന്നെ 18ഉം, ഹൈറ്റ് 18ഉം 24 വിത്തും കൊടുത്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതാണ് മറ്റൊരു ആൽബം. കണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ മറ്റൊരു ആൽബം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം എത്ര വരുമോ? അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചേ, കണ്ടോ, 12 ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേജിൻ്റെ വിത്ത് 12ഉം ഇപ്പുറത്തും 12, ടോട്ടൽ 24ഉം 15 ഹൈറ്റുമാണ് നമ്മളിപ്പോൾ ചെയ്തിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ആൽബമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോട്ടോഗ്രാഫറിനോട് പറഞ്ഞിട്ടില്ല, നമ്മൾ ഏത് ആൽബമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫോട്ടോഗ്രാഫർ പോയിട്ട് ഇതുപോലെ വൈഡായിട്ടുള്ള ഇങ്ങനത്തെ ഫോട്ടോസ്, പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാതെ ഇതുപോലത്തെ ഫോട്ടോസാണ് കൂടുതൽ എടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൽബം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ഞാൻ വലിച്ച് ഈ ഒരു ആൽബത്തിൽ കൊണ്ട് വയ്ക്കുകയാണ്. നമുക്കിതിവിടെ പ്ലേസ് ചെയ്യാൻ കണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു പോർട്രേറ്റ് ഫോട്ടോയാണ് കൂടുതലുള്ളതെങ്കിൽ നമുക്കിവിടെ അലൈൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഞാനൊരു പോർട്രേറ്റ് ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോ ഇങ്ങോട്ട് വലിച്ചിടുവാണേ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. എൻ്റർ അടിക്കുന്നു. എന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങോട്ട് വലിച്ചു വയ്ക്കുവാണ്. കണ്ടോ, ഈ ഒരു ഫോട്ടോ ഇവിടെ പക്ക ഫിറ്റായത് കണ്ടോ. നമ്മൾ അതേസമയം ഈ ഫോട്ടോഗ്രാഫർ ഫുള്ള് നമുക്ക് ഇതുപോലുള്ള വൈഡ് ഇമേജാണ് എടുത്തുകൊണ്ട് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ആൽബം ചെയ്യാൻ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. അതേസമയം എല്ലാ ഫോട്ടോസിലും കൂടുതലായിട്ടും, എപ്പോഴും എല്ലാം ഇത് തന്നെ എടുക്കണമെന്നല്ല, കൂടുതലായിട്ടും ഈ പോർട്രേറ്റ് ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആൽബം ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞത്, ഒരു വർക്ക് എടുക്കുന്നതിന് മുമ്പ് ആ ഫോട്ടോഗ്രാഫറാണ് ശ്രദ്ധിക്കേണ്ടത്. ചെയ്യാൻ പോകുന്ന ആൽബം ഏതാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലൊന്ന് ആലോചിക്കുക. പക്ഷേ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഒരു ഫ്രെയിം എടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഫ്രെയിം ഇപ്പോൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ പോർട്രേറ്റും അതുപോലെ നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ടുള്ള വൈഡ് ഇമേജും നമ്മൾ എടുക്കും. രണ്ടും ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള ഫോട്ടോ രണ്ടും നമ്മൾ എടുക്കുമായിരുന്നു. മനസ്സിലായോ? ഒരേ ഫ്രെയിമിൻ്റെ തന്നെ. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം വൈഡ് ഇമേജാണിത്. ഇതിൻ്റെ തന്നെ പോർട്രേറ്റും എടുക്കും, അതുപോലെ തന്നെ വൈഡും നമ്മൾ എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന ആളിന് ഏത് വേണോ ചൂസ് ചെയ്യാം.
അങ്ങനെയും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ആദ്യമേ ആൽബത്തിൻ്റെ സൈസ് ഒന്ന് കൺവേ ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ 2 രീതിയിലും ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ആൽബത്തിൻ്റെ ഇതിലോട്ട് വരാം. കൂടുതലായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈസാണ്, 12:36 എന്ന് പറയുന്ന ആ ഒരു സൈസ്. എന്തുകൊണ്ട് ആ സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഫോട്ടോ നല്ല ഭംഗിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കാണാം. നമുക്കൊരു പോർട്രേറ്റ് ഫോട്ടോ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് ചില സമയത്ത് ഇതുപോലൊരു വൈഡ് ഫോട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ 12:36 എന്ന് പറയുന്ന ഈ ഒരു ആൽബം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനും അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ആൽബം, ഈ ഒരു ആൽബം എന്ന് പറയുന്നത് നല്ല വിത്താണ്, അത് നല്ല വൈഡായിട്ട് നമ്മുടെ കൈ കിട്ടും. നിങ്ങൾ ഈ ആൽബം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യുമ്പോൾ, ഈ ഒരു സൈസിന് ആൽബം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൽബം നല്ല വലുപ്പത്തിലാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് എടുത്ത ഫോട്ടോസ് ഇതുപോലെ നല്ല കിട്ടില്ല ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ആ ആൽബം കിട്ടുന്ന കസ്റ്റമർ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് തന്നെ എടുക്കാൻ നോക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതലും ഈ ഫങ്ഷൻസും ഒരു വർക്ക് ഫുൾ എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് കൂടുതലും ഈ ഒരു മോഡലാണ് നല്ലത്. നിങ്ങൾക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ആൽബത്തിൽ ഫങ്ഷനൊക്കെ അടുക്കുന്ന സമയത്ത് ഫോട്ടോസൊക്കെ അടുക്കി പറക്കി വെക്കാനൊക്കെ എഡിറ്റിങ്ങിന് കുറച്ച് മെനക്കേടുള്ള, അല്ലെങ്കിൽ എത്ര ചെയ്താലും ഒരു വൃത്തി വരാത്തൊരു ആൽബം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ഫോട്ടോ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഫോട്ടോസ് അടുക്കാനും ഒക്കെ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സൈസാണ് ഈ ഒരു ആൽബം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൽബങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇത് തന്നെ നോക്കിയേ, ഞാൻ സിമ്പിളായിട്ട് 2 ഫോട്ടോ എടുത്ത് പ്ലേസ് ചെയ്തതേ ഉള്ളൂ, വെറുതെ വെച്ചതേ ഉള്ളൂ. ഈ ഒരു ആൽബത്തിനേക്കാളും കാണാൻ എനിക്ക് ഭംഗിയായത് ഇതാണ്. അത് ഈ ഫോട്ടോ അപ്പുറത്ത് കൊണ്ടിട്ടാലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വൈഡായിട്ടുള്ളതാണ്. അപ്പം ഒരു പേജ് ഇത്രയും വരും, കണ്ടോ, മനസ്സിലായെങ്കിൽ ഒരു പേജ് തന്നെ ഇത്രയും സൈസിന് വരും. ഈ 18 ഇഞ്ച് സൈസിന് ഒരു പേജ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ആൽബം ഒരു കസ്റ്റമർ കയ്യിൽ വയ്ക്കുമ്പോൾ അത്രയും അവർ അന്തം വിട്ടു ആ ആൽബം കണ്ട്. മനസ്സിലായല്ലോ, അവർക്ക് അത്രയും ഹാപ്പി ആയിരിക്കും അവരുടെ ഫോട്ടോ അത്രയും വലുതായിട്ട് കാണുമ്പോൾ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സൈസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 12:36 എന്ന് പറയുന്ന സൈസാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ 12:30 ചെയ്യും കേട്ടോ. അതായത് കുറച്ചും കൂടി ഇതിൻ്റെ നീളം കുറയും, ഓരോ സൈഡും 3 ഇഞ്ച് വെച്ച് പിന്നും കുറയും. നമ്മൾ ഇനി അത് ചെയ്യേണ്ട കാര്യമില്ല, മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതാണ്. പക്ഷേ ഇത്രയും ഫോട്ടോ ആപ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു സാധനം നമുക്കുള്ളപ്പോൾ നമ്മൾ 30 പിടിക്കരുത്. പണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാവരും 36 മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെയാണ്, 36 ചെയ്യുന്നത്. പണ്ട് 30 ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ പോർട്രേറ്റ് പോലുള്ള ആൽബംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു ആൽബം ഉണ്ട്, ഞാൻ ചെറിയൊരു ആൽബത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചെറിയൊരു ബർത്ത്ഡേ അങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൈസാണ് ഈ 12:18 എന്ന് പറയുന്നത്. Ctrl+N പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ വിത്ത് മാറ്റിയിട്ട് ഇവിടെ 18ഉം 12 ഹൈറ്റും കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇതൊരു സൈസാണ്. ഇത് നമ്മൾ ഇവിടെ കണ്ടതുപോലൊരു സൈസാണെങ്കിലും ഇതിനേക്കാളും ചെറുതാണ്. നിങ്ങൾക്ക് അറിയാം, 12-18 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് എത്രമാത്രം ചെറുതാണെന്നുള്ളത്. അപ്പോൾ ഒരു ആൽബത്തിൻ്റെ ഈ ഒരു ഭാഗം 9 ഇഞ്ചോളം വരും. മനസ്സിലായല്ലോ. നമ്മളൊരു ഫോട്ടോ ഫ്രെയിം അടിക്കില്ലേ, ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. ചെറിയ A4 സൈസ് ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. ഈ ആൽബം മടക്കി വയ്ക്കുന്ന ടൈമിൽ അത്രയും ചെറുതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ ചെയ്യുന്ന ആൽബത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18-12. ഇത് തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെ വേണം, ഈ ആൽബം തന്നെ തിരിച്ച് വേണം, അതായത് ചെറിയ ആൽബം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എടുത്തു നോക്കിയാൽ എത്ര ഉണ്ട്, ഇത് ഇവിടെ 9ഉം ഇവിടെ 12ഉമാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയും ഇതിനെ കുത്തനെയുള്ള ഹൈറ്റുമായിട്ട് എടുത്താൽ മതി. അതായത് ഞാൻ കാണിച്ചു തരാം. Ctrl+N അടിക്കുന്നു. നമുക്ക് തിരിച്ചെങ്ങനെയാണ് വേണ്ടത്, 9 ഹൈറ്റ് അപ്പോൾ എത്ര വരും, 9 വരും. മനസ്സിലായോ. നമുക്ക് അതിൻ്റെ വീതി എത്രയായിരുന്നു ഒരു പേജിൻ്റെ, 12. 12 എത്രയായി, 24. മനസ്സിലായോ. ഇതായിരിക്കും സൈസ്. അടച്ചു വയ്ക്കുമ്പോൾ A4 സൈസേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്. ഈ നടുക്കായിട്ട് ഇവിടെ വരും, 12ൻ്റെ ഇവിടെ സെൻറ്റർ വരും. അപ്പോൾ ഇത് മടക്കി വയ്ക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ആൽബത്തിൻ്റെ സൈസ് മാത്രം മടക്കി വയ്ക്കുന്ന സൈസേ ഇതിനും വരും. പക്ഷേ തിരിച്ചാണെന്ന് മാത്രം. ഇത് പോർട്രേറ്റ് ആൽബം അല്ല, തിരിച്ചുള്ള
ലാൻഡ്സ്കേപ്പ് ആൽബമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സംഭവം ഉള്ളത്. അപ്പോൾ ആൽബത്തിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആൽബത്തിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ. ഞാൻ ഇവിടെ കുറച്ച് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ പറയണമെന്നുള്ളത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും കുറച്ച് ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ സൈസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ട്, എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി ആൽബം ചെയ്യുന്നതിനെ പറ്റി പഠിക്കാനായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് ഞാനൊരു കപ്പിൾ ഒരു ആൽബം ചെയ്യുന്നത്, ഒരു എഡിറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സിമ്പിൾ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ. നമുക്കതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടേക്കുക. ഇതിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കണ്ടോളൂ. ഓക്കെ. പിന്നീട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സൈഡിനെ കുറിച്ചാണ്. അതായത് സാധാരണഗതിയിൽ ഞാനിവിടെ ഒന്ന് കുറച്ചിട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ പണ്ടൊക്കെ ആൽബം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുമായിരുന്നു. ഇതുപോലൊരു ബോർഡർ നമ്മൾ എല്ലാ ആൽബത്തിലും കൊടുക്കുമായിരുന്നു. ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൽബത്തിൽ ചില സമയത്തൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പ് ഫോട്ടോസ് ഉള്ള പേജുകൾ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഫോട്ടോസൊക്കെ വരുന്ന പേജുകളിൽ ഇപ്പോഴും നമ്മൾ ഈ ബോർഡർ കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസമില്ല, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം നമ്മളതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കട്ടിങ്ങൊക്കെ പക്കയായിരുന്നു. പക്ഷെ ഒരുപാട് പണ്ട് ഈ ആൽബം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡിസൈനിങ്ങിന് വിടുമ്പോൾ ഇത് ഫുള്ള് ഇങ്ങ് ചേർത്ത് വെച്ചാണ് നമ്മൾ ഡിസൈനിങ് വിടുന്നതെങ്കിൽ, ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആൽബം വിടുന്നതെന്നുണ്ടെങ്കിൽ ഇവർ കട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ കട്ടിങ്ങാണ്. അപ്പോൾ ആ ടൈമിൽ മുമ്പൊക്കെ ഈ ഭാഗത്ത് ഈ കട്ടിങ്ങിൽ ബാക്കി അവർക്ക് വൈറ്റ് ഇവിടെ കാണും. അതായത് ഇവർ പ്രിൻ്റ് അടിക്കുന്ന ഇതേ സെയിം സൈസിനല്ല, ഇവർ പ്രിൻ്റ് അടിക്കുന്ന പേപ്പർ ഇതിനേക്കാളും വലുതാണ്. അപ്പം അതിൽ നിന്നാണ് അവർ നമ്മൾ കൊടുത്ത ആൽബത്തിനെ മാത്രം കട്ട് ചെയ്തെടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവർ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയതായിട്ട് ഇങ്ങനെ ഒരു വൈറ്റൊക്കെ വരാൻ തുടങ്ങി. അതായത് ഇങ്ങനെ കുറച്ച് വൈറ്റൊക്കെ ഒരു സൈഡിൽ കാണുന്ന ഒരു വൃത്തികേട് വന്നു തുടങ്ങി, അങ്ങനെ നിറച്ച് വയ്ക്കുമ്പോൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ പ്രിൻ്റ് വിട്ടുകൊണ്ടിരുന്നത്. അതായത് ഇങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കും. നമ്മൾ വൃത്തിക്ക് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഈക്വലായിരിക്കും, ചുറ്റിനും ഈക്വലായിട്ടൊരു ബോർഡർ ഇട്ട് നമ്മൾ പ്രിൻ്റ് വിടുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ കട്ടിങ് ഒക്കെയാണ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാം. പക്ഷേ ബൈ മിസ്റ്റേക്ക് ഇപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വരുന്ന ഒരു ആൽബത്തിലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാറില്ല. അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് ഇപ്പോഴത്തെ പ്രിൻറ്റിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഞാനിപ്പോൾ നിറച്ച് വെച്ച് ചെയ്യുന്ന ആൽബങ്ങളും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ബോർഡർ ഇടുന്നുണ്ട്. ഈ ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ആൽബം നിങ്ങൾ തിരിച്ചയക്കേണ്ടതോ അല്ലെങ്കിൽ വീണ്ടും കട്ട് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. അതുകൊണ്ട് ബോർഡർ ഇട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്. ആൽബത്തിന് അത് ഭംഗിയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് നിറച്ച് തന്നെ വെച്ചോളൂ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. കട്ട് ചെയ്യുമ്പോൾ അവർ നോക്കി തന്നെ കട്ട് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ഗ്രൂപ്പ് ഫോട്ടോസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഫോട്ടോസൊക്കെ അടുക്കുമ്പോൾ നിങ്ങൾ ഈ വൈറ്റ് ഇട്ട് തന്നെ ചെയ്യുക. അതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നിറച്ച് വയ്ക്കുന്നതിനേക്കാളും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അടുക്കുമ്പോൾ വൈറ്റ് ബോർഡർ ഇടുന്നത് തന്നെയാണ് വൃത്തി കേട്ടോ. ഇപ്പോഴും ഞാൻ ആൽബം ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ അടുക്കണം ഇതൊക്കെ പറയാത്തത്, ഞാൻ ഓൾറെഡി നമ്മളിതിങ്ങനെ ഒരു പേജ് ചെയ്യുന്നത്, അതായത് ഒരു കപ്പിൾ പേജ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത് കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഇത് പഠിച്ചെടുക്കുക. നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എൻ്റെ ആൽബം ഡിസൈനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, ഞാൻ ആദ്യമൊക്കെ ഈ ഫീൽഡിലോട്ട് വന്ന സമയത്ത് എൻ്റെ ബ്രദർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പം ഞാൻ ബ്രദറിൻ്റെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് അവന് വരുന്ന ആൽബത്തിൻ്റെ പേജുകൾ, അതായത് എനിക്ക് ഈ ഗ്രൂപ്പുകൾ അടുക്കാൻ തരും. ഗ്രൂപ്പുകൾ മാത്രം ഞാൻ അടിക്കുകയാണ് ഞാൻ ഈ ഫോട്ടോഷോപ്പിൽ ആദ്യമായിട്ട് എൻ്റെ കൈ പതിപ്പിച്ച് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ്. ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അവന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് വൃത്തിയായി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു ഷീറ്റിന് 20 രൂപ ഇട്ട് തന്നു, ഒരു ഷീറ്റിന്. പിന്നെ അത് അവൻ 30 ആക്കി, പിന്നെ 60 ആക്കി. ഇപ്പം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 മുതൽ 120, 130, 150, 200 രൂപയ്ക്ക് വരെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഷീറ്റിനാണ് കേട്ടോ. ഈ ഒരു ഷീറ്റിന് 200 രൂപ വരെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു വർക്ക് ഇറക്കി വിടുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 30 ഷീറ്റെങ്കിലും കാണാറുണ്ട് എല്ലാ ആൽബത്തിലും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100 രൂപ ഇട്ട് തന്നെ നമുക്കതൊരു 3000 രൂപയോളം നമുക്ക് റേറ്റ്, കണക്ക് ശരി തന്നെ എന്തോ, എന്നാലും നമ്മളൊരു ആൽബം ഇറക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 3000, 3500 റേഞ്ചിലാണ് നമുക്കൊരു എമൗണ്ട് വരുന്നത്. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കഴിവ് നമ്മൾ മാക്സിമം തെളിയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പഴയ കണക്കുള്ള എഡിറ്റിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയി എന്ന് വേണം പറയാൻ കേട്ടോ. അതിൻ്റെ കാരണം പണ്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ലെറ്റർ വേണം, കുറേ ആർട്ടിഫിഷ്യൽ കളറുകൾ കയറ്റി വെക്കണം, കുറേ ഓവർലേ ആഡ് ചെയ്ത് കുറേ സൂര്യപ്രകാശം ആഡ് ചെയ്യണം, അങ്ങനെ
കുറേ വൃത്തികെട്ട പരിപാടികളുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ ചെയ്താലേ ആൽബം ഡിസൈനിങ് ആവുള്ളായിരുന്നു. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ, ഇതൊക്കെ എടുത്ത് കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഇത് എന്തോന്നാണ് ഇത് ചെയ്ത് വെച്ചേക്കണത്, ഇത് ചുമ്മാ ഫോട്ടോ പറക്കി ഇട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ ഇന്നത്തെ സമയത്ത് ഇതുപോലെ പറക്കി അടിക്കിയത് മാത്രമാണ് എല്ലാവർക്കും വേണ്ടത്. ഇതാണ് സ്റ്റാൻഡേർഡ്. നമ്മളെപ്പോഴും നമ്മൾ കണ്ടാലും വൃത്തിയെടുത്ത് തോന്നാത്തൊരു സ്റ്റാൻഡേർഡ് ഇതാണ്. പണ്ട് ഇങ്ങനെയല്ല. അവർ പറയുന്നത് പോലെ കുട വിരിയുന്ന എഫക്റ്റ്. എനിക്കൊരു വർക്ക് കസ്റ്റമർ എന്നെ വിളിച്ച് വഴക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തോന്നാണ് ഇത്, വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് സ്ക്രീനിലിട്ടിട്ടായിരിക്കും പേരുകളൊക്കെ എഴുതി കാണിച്ച് കൊടുക്കുന്നത് സ്റ്റാൻഡേർഡായിട്ട്. അപ്പം ഇവർ പറഞ്ഞത് ഇതിനകത്ത് എന്തോന്നുണ്ട്, ഒരു പൂവൊന്നും വീഴുന്നില്ല, എൻ്റെ സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയ കാര്യമാണ്. അതായത് ഒരു 5 കൊല്ലം മുമ്പാണ് കേട്ടോ എന്നെ ഇത് വിളിച്ചിട്ട് പറഞ്ഞാണ് ഇങ്ങനെ, ഇത് എൻ്റെ മൂത്ത മോളുടെ കല്യാണത്തിന്, അതൊരു 10 കൊല്ലം മുമ്പായിരുന്നു. അതിലവർ എന്തെല്ലാം ആഡ് ചെയ്തിരിക്കണം അതിനകത്ത്, പൂവൊന്ന് വീഴണതും അമ്പലം തുറന്നു വരുന്ന എഫക്റ്റുകൾ, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിരിക്കണം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഞാനിത് കഷ്ടപ്പെട്ട് ഓൺലൈനിൽ നിന്ന് തപ്പിയെടുത്തു. ഈ കുട വിരിയുന്ന എഫക്റ്റും പൂ വിരിയുന്നതും അമ്പലം തുറക്കുന്നതും അടയ്ക്കുന്നതും. പിന്നെ അവർ എന്നോട് പറയാം, ഗുരുവായൂർ അമ്പലം ഒന്നും കാണിച്ചിട്ടില്ലെന്ന് വീഡിയോയിൽ. കല്യാണം നടന്ന അവരെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിലാണ്. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഗുരുവായൂർ അമ്പലം ഒന്നും കാണിച്ചിട്ടില്ലല്ലോ, അതൊക്കെ എവിടെയാണ്. എൻ്റെ മോളുടെ വീഡിയോയിൽ ഗുരുവായൂർ അമ്പലമുണ്ട്. പണ്ടത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം, അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നത്, ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വേണമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. സൂര്യൻ ഉദിക്കുന്നതും ഈ നെൽക്കതിരിൽ തുള്ളി വെള്ളം ഇരിക്കുന്നത്, ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഭയങ്കര കോമഡി കേട്ടോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഒരു വൃത്തിയുള്ള ഒരു ആൽബം രീതിയിലോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു ആൽബം ഡിസൈനറോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോക്കാരെയോ നിങ്ങൾ കളിയാക്കരുത്. കാരണം അന്നത്തെ കസ്റ്റമറിന് അത് വേണമായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം അങ്ങനെ ചെയ്തത്. അവരതിൽ നിന്ന് അപ്ഡേറ്റ് ആവാത്തത് അവരുടെ തെറ്റ് തന്നെയാണ്. പക്ഷേ പണ്ടത്തെ ഫോട്ടോഗ്രാഫറിനെ ആരും കളിയാക്കാൻ പോകരുത്. കാരണം അന്നത്തെ കസ്റ്റമറിന് അത് വേണം. ആ കസ്റ്റമറിന് ഇന്നും അവരത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് അവരന്നും ഇന്നും ആ സ്റ്റുഡിയോക്കാർ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് വയസ്സായ പ്രായമുള്ള സ്റ്റുഡിയോക്കാർ ഫോട്ടോഗ്രാഫറിനെ നിങ്ങൾ കളിയാക്കേണ്ട കാര്യമില്ല. കസ്റ്റമറിന് എന്താണോ അതാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നും നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എനിക്ക് വർക്ക് തരാതെ എത്രയോ വർഷങ്ങൾ കൊണ്ട് വർക്ക് എടുക്കുന്ന, എന്നാൽ പഴയ സ്റ്റുഡിയോ മോഡലിൽ തന്നെ ഫോട്ടോസ് ഇപ്പോഴും കൊടുക്കുന്ന, വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളിന് ഇപ്പോഴും വർക്കുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ എനിക്ക് അത്ഭുതമാണ്. കാരണം ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെയും പുച്ഛിക്കരുത്. ആൾക്കാർക്ക് എന്ത് വേണോ അതാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരെയൊന്നും കളിയാക്കാൻ നിൽക്കേണ്ട. നമ്മളുടെ വർക്ക് നമ്മൾ ഡീസൻ്റായിട്ട് ചെയ്തു പോവുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ രീതിയിലുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതൊന്നും വേണ്ടെന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ഞാനൊരു ആൽബം എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. കുറേ സംസാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം പറയും. എനിക്ക് ഏകദേശം 10-12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു, ഒരു വീഡിയോഗ്രാഫറായിരുന്നു, ആൽബം ഡിസൈനറാണ്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്ററായിട്ടാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വീഡിയോ എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൽബം ഡിസൈനിങ്ങും ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ സൈസ് സംസാരിച്ചു എല്ലതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. സെൻറ്റർ ഈ ലൈൻ്റെ ഉപയോഗം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബോർഡർ ഈ വൈറ്റ് ഇടുന്നതിനെ പറ്റി സംസാരിച്ചു. ആൽബം നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുന്നത് ഈ വെഡ്ഡിങ്ങിനോ ഏത് ഫംഗ്ഷനാണോ നിങ്ങൾ എടുക്കുന്നത്, ആ വർക്ക് എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആൽബം ഏതാണെന്ന് ചൂസ് ചെയ്തിരിക്കണം. ആൽബത്തിൻ്റെ സൈസ്, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരു ആൽബം, നമ്മൾ ഈ ഫോട്ടോയുടെ കാര്യം പറഞ്ഞു. നമ്മളെല്ലാം ഇത് കണക്കത്തുള്ള വൈഡ് ഫോട്ടോസ് ആണെങ്കിൽ കുത്തനെയുള്ള ആൽബം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ആൽബം ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ച് പണിയാൻ പറ്റില്ല. അതുകൊണ്ട് ആൽബം ഏത് സൈസാണെന്ന് മുൻകൂട്ടി നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തായി പോവും. ആർക്കും വിഷമമൊന്നും തോന്നരുത്. ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്കുള്ള ഒരു പുതുതായിട്ട് ഈ ഫീൽഡിൽ വന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ലെന്നുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് ഈ നോട്ടൊക്കെ നോക്കി ഏതൊക്കെ പറഞ്ഞു, ഇനി എന്തൊക്കെ വിട്ടുപോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നത്. ക്ഷമിക്കുക. ഇനി നമ്മൾ സേവ് ചെയ്യുന്നത് ഒന്നുമില്ല, സിമ്പിളാണ്. എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇട്ട വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ Ctrl+S പ്രസ് ചെയ്യുക, സേവ് ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന ഫോർമാറ്റിൽ നമ്മൾ JPG ആയിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ PSD ആയിട്ട്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് തീർന്നിട്ട് സേവ് ചെയ്യേണ്ടത് PSD ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പിന്നീട് എഡിറ്റിംഗ് വരും. അതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് Ctrl+S അടിച്ച് ഇതിനൊന്ന് സേവ് ചെയ്യുക എന്നുള്ളതാണ്. PSD ആയിട്ട് തന്നെ, PSD മാറ്റേണ്ട, PSD ആയിട്ട് തന്നെ നമ്മൾ ഇതിവിടെ സേവ് ചെയ്യുകയാണ്. ഞാൻ 01 എന്ന് ജസ്റ്റ് ഒന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ സേവ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. PSD അവിടെ സേവ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആൽബത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഏത് സൈസിന് ചെയ്യണമെന്ന്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു ആൽബം ചെയ്താലും ആ ആൽബത്തിൻ്റെ
ഫ്രണ്ടും ബാക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഹൈറ്റിന് വ്യത്യാസം വരില്ല. ഹൈറ്റ് സെയിം ആയിരിക്കും. വിത്ത് മാത്രം എന്ത് ചെയ്യണം, ആ ആൽബത്തിൻ്റെ നിങ്ങൾ ചെയ്ത ഷീറ്റിൻ്റെ പകുതി, നേർ പകുതിയാണ് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫ്രണ്ടും ബാക്കും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒറ്റ ഷീറ്റ് മാത്രം, ഒറ്റ പേജ് മാത്രമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇത് 18 വിത്തുള്ളൊരു പേജാണ്. അതുപോലെ ഹൈറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക, ഏതൊരു ആൽബം ചെയ്താലും ആ ആൽബത്തിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. അതിൻ്റെ വിത്തിൻ്റെ, അതായത് വീതിയുടെ പകുതിയായിരിക്കും ഫ്രണ്ടും ബാക്കും പേജ് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതിനായിട്ട് അപ്പോൾ ഇത് 18ഉം 12 ഹൈറ്റുമാണ്. അപ്പം നമുക്ക് നോക്കാം. കൺട്രോൾ N അടിക്കുന്നു. 36ൻ്റെ പകുതിയായിട്ട് 18ആണ് വരുന്നത്. അപ്പം വിത്ത് നമ്മൾ 18 ആക്കുന്നു, ഹൈറ്റ് 12 ആക്കിയിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. നീ നോക്കിയേ, ഈ ഒരു സൈസിനാണ് നമ്മൾ ഈ ഒരു ആൽബത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഡിസൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതിനകത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിലൊന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അങ്ങ് പോകാമെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ആൽബം നമ്മളിവിടെ ചെയ്തു. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം 01 എന്നും പറഞ്ഞ് ഇതിനെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സൈസ് എല്ലാം കളയുവാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് കളയുവാണ്. ഓക്കെ, ഞാനതെല്ലാം കളഞ്ഞു. ഇനി നമ്മൾ ഇതെടുക്കുവാണ്. ഇതിൽ നോക്കിയേ, ഇവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 01 എന്നും പറഞ്ഞ് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ആൽബം ചെയ്ത് തീരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കില്ല. ഇത് ഫുള്ള് നിറഞ്ഞൊരു 30-40 ഷീറ്റ് അല്ലെങ്കിൽ 50 ഷീറ്റൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഞാൻ ഇവിടെ ഇപ്പം ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ചെയ്തതാണ്, എന്നാലും ഒന്ന് ചെയ്യാം. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുവാണ്. കോപ്പി എടുത്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തൊരു ക്യാൻസൽ എടുക്കുന്നു. ഓക്കെ, ഇത്രയും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആൽബം ചെയ്ത് തീരുന്ന ടൈമിൽ ഇതുപോലെ നമുക്കൊരു 10-40ഓളം ഷീറ്റോ 50ഓളം ഷീറ്റോ 60ഓളം ഷീറ്റോ 100 ഷീറ്റ് വരെയൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്രയും അളവിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ PSD വരാം. ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് JPG ആയിട്ട് സേവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് വർക്ക് ചെയ്ത് തീർന്നാൽ ഇതിനെല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് JPG ആക്കാനായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ അതിനുള്ള വഴിയുണ്ട്. അതിനായിട്ട് ഫോട്ടോഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫയൽസിൽ വരിക. ഫയൽസിൽ വന്നിട്ട് താഴെയായിട്ട് ഇവിടെ സ്ക്രിപ്റ്റ്സ് എന്ന് കാണാം. ഈ സ്ക്രിപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് പ്രൊസസ്സർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഈ ആദ്യം കാണുന്ന സെലക്ട് ഫോൾഡർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ PSD ഫയൽ എവിടെയാണോ കിടക്കുന്നത്, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഒരു ഫോൾഡറിൽ PSD ഫയലുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ വേറെ ഫോട്ടോസോ ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതും കൂടി JPG ആയിട്ട് കൺവേർട്ട് ആവും കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഇനി ഈ ഒരു ഫോട്ടോ തൽക്കാലം ഡിലീറ്റ് ചെയ്തു. ഇത് PSD മാത്രം ആക്കിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ഇവിടെ നോക്കിയേ, സെലക്ട് ഫോൾഡർ എന്നുള്ള ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. എവിടെയാണോ PSD ഫയൽ കിടക്കുന്നത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്തു. അതിനുശേഷം സെയിം ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ മതിയെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇത് പ്രത്യേകിച്ച് മാറ്റി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ തന്നെ സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ ഫുള്ള് കൊടുക്കുക. 12 ഫുള്ള്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ, എനിക്ക് പണ്ടൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഈ 12 ക്വാളിറ്റി ഫുള്ള്, ഇതിൽ കൂടുതൽ കാണോ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതിന് പകരം ഈ 12 അടിക്കാമെന്നാണ് എൻ്റെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഞാൻ ഇതിനൊരു എന്ത് ചെയ്യുമെന്ന് അറിയാമോ, നമ്മൾ 15 അടിക്കും. 15 അടിച്ചിട്ട് പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തന്നെ എഴുതി കാണിക്കും 12 ഇതിൻ്റെ മാക്സിമം എന്നുള്ളത്. അപ്പോഴാണ് ഒരു ആശ്വാസമാവുന്നത് കേട്ടോ. സത്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 12 ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 12 ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി. അത് ഒന്ന് ഞെക്കുക. വേറെ ഒന്നും ചേഞ്ച് ചെയ്യരുത്. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനും നിൽക്കേണ്ട. അതേപോലെ ഇവിടെ വന്നിട്ട് മുകളിൽ ഒന്ന് റൺ എന്ന് കാണാൻ പറ്റും. ഈ റണ്ണിലങ്ങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇവിടെ എന്താ ഈ പ്രശ്നം എന്നറിയോ? ഇത് അലേർട്ട് വന്നതിൻ്റെ മെയിൻ റീസൺ, നേരത്തെ ഞാൻ ആ ഫോൾഡറിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഫോൾഡറിൽ സ്പേസ് ഇല്ല. ഈ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ എററായത്. അതല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ചെയ്യുമ്പോൾ സ്പേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്ത സ്ഥലത്ത് സ്പേസ് കുറവായിരുന്നു. ഏകദേശം ആ ഡ്രൈവ് നിറഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നത്. അത് നിങ്ങൾ കാര്യമാക്കട്ടെ. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടല്ലോ, ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ആ ആൽബം അതേപോലെ JPG ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം സേവ് ആയിട്ടുണ്ടാകും. ഹൈ ക്വാളിറ്റിയിൽ എല്ലാം JPG ആയിട്ടുണ്ടാകും. നമ്മളിനി ഓരോന്നായിട്ട് JPG ഫയലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വർക്ക് തന്നത്, നിങ്ങൾക്ക് വർക്ക് തന്നത് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഫോട്ടോഗ്രാഫറിന്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിന് ഈ ഒരു വർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ഫോട്ടോഷോപ്പിൽ വന്ന് ഫയൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സ്ക്രിപ്റ്റിൻ്റെ തൊട്ട് മുകളിൽ കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് PDF പ്രസൻറ്റേഷൻ എന്ന് കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ PDF ആകും കേട്ടോ. പക്ഷേ ഫോട്ടോഷോപ്പിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉള്ളപ്പോൾ നമ്മൾ അതിലോട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ ഈ ഒരു PDF പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ അതിന് മുമ്പ് പോയിട്ട് ഞാൻ അവിടെ ഒന്ന് സ്പേസ് വരുത്തട്ടെ കേട്ടോ. ഇവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ സേവ് ആവില്ല. ഞാൻ ഈ ഒരു PST ഒരു 3 അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണേ. യെസ്, ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഫോട്ടോഷോപ്പിലോട്ട് വരാം. വന്നു കഴിഞ്ഞാൽ ഈ ഒരു PDF പ്രസൻറ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് ബ്രൗസ് എന്നുള്ള ഭാഗത്ത് ഞെക്കിയിട്ട് നമ്മൾ JPG ആയിട്ട് കൺവേർട്ട് ചെയ്തല്ലോ, അതെവിടെയാണോ ആ ഒരു ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫോൾഡർ. എന്നിട്ട് ഈ ഒരു ഫോട്ടോ മൊത്തം ഒന്ന് ഏതൊക്കെയാണോ നമുക്ക് PDF ആക്കേണ്ടത് അത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കസ്റ്റമറിന് ഈ ഒരു വർക്ക് അയച്ചു കൊടുക്കാൻ പോവാണ്. അത് ഓരോ ഫോട്ടോ ആയിട്ട് അയക്കാതെ ഒറ്റ PDFയിൽ എല്ലാ ഫോട്ടോസും വരുന്ന രീതിയിലാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് നിങ്ങൾ അതേ ഫോൾഡർ തന്നെ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ കണ്ടുപിടിച്ച് ജസ്റ്റ് കസ്റ്റമറിൻ്റെ പേരും കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുക. ഞാൻ സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അയക്കുന്ന വർക്ക് ഭയങ്കര ഹെവി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കംപ്രഷൻ എന്ന് കാണാം. ആ കംപ്രഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ക്വാളിറ്റി എന്നുള്ള ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മീഡിയമോ ഹൈയോ ആക്കി കൊടുക്കാം. കാരണം നിങ്ങളുടെ ആൽബം ചിലപ്പോൾ ഒരു 50 ഷീറ്റോ 60 ഷീറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സൈസായി പോകും നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് മീഡിയം വരെയൊക്കെ കൊടുക്കുക. ഒരുപാട് ലോ ആക്കണ്ട, കസ്റ്റമറിന് അടുത്ത് കാണാനൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ മീഡിയം വരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറയ്ക്കാം, സൈസ് കുറയ്ക്കാം. ഞാനിപ്പോൾ മാക്സിമം തന്നെ കീപ്പ് ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ചെയ്യുന്നതല്ലേ. സേവ്, എന്നിട്ട് നമ്മൾ സേവ് PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഫോൾഡറിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ വന്ന് എക്സ്പോർട്ടായി പോകുന്ന കാണാം. ആ ഒരു ഫോൾഡറിൽ കിടന്ന എല്ലാ ഫോട്ടോസും ഒരു തവണ ഇവിടെ വന്നിട്ട് അത് തിരിച്ച് PDF കൺവേർട്ട് ആവുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് നോക്കാം. നമ്മുടെ PDF ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ഇതിനകത്ത് PDF ആയിട്ട് ഓരോ പേജായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാം. ഇനി ഇതാണ് നമ്മൾ കസ്റ്റമറിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തന്ന ആളിനോ അയച്ചു കൊടുക്കേണ്ടത്. ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ഫോൾഡർ ആദ്യം ഞാൻ ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, കസ്റ്റമർ ഇതിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം കസ്റ്റമർ ഓരോ പേജായിട്ട് ഇങ്ങനെ നോക്കും. ഇതിങ്ങനെ ഓരോ പേജായിട്ട് കസ്റ്റമർ എടുത്ത് വെച്ച് നോക്കും. നമുക്കിതെല്ലാം ഒരു പേജ് ആയിട്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. പേജ് എടുത്ത് നോക്കിയിട്ട് കസ്റ്റമറിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അവരോട് നമ്മൾ പറയേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയണം. അതായത് ഇവർ മൊബൈലിലാണ് കാണുന്നതെങ്കിലോ ഏതിൽ കണ്ടാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ റൗണ്ട് ഇട്ടിട്ട് ഏത് ഭാഗത്താണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോയാണ് ചേഞ്ച് ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതിന് പകരം വേറൊരു ഫോട്ടോ വെച്ചോളൂ എന്നാണ് അവർ പറയുന്നതെങ്കിൽ അവിടുത്തെ കാര്യം പറയാം. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് ഒരു ഇൻറ്റു ഇട്ടിട്ട് ഒരു ടിക്ക് മാർക്കോ ഇൻറ്റോ എന്തെങ്കിലും അടയാളം ചെയ്തിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അതിലെന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് കൂടി ടൈപ്പ് ചെയ്ത് അയച്ചു തരാൻ പറയാം, അല്ലെങ്കിൽ വോയിസ് ഇടാൻ പറയുക. അങ്ങനെ ഓരോ ഫോട്ടോസിനും ഓരോരോ മാറ്റങ്ങൾ അവർ കസ്റ്റമറിനെ കൊണ്ട് ചോദിപ്പിക്കുക. അത് അതേ കണക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന ആളിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം ചേഞ്ച് ചെയ്ത് ഒന്നും കൂടി JPG ആയിട്ട് സേവ് ചെയ്തിട്ട് ഇതേപോലെ PDF ആയിട്ട് കസ്റ്റമറിന് ഒന്നും കൂടി അയച്ചു കൊടുക്കുക. ആ കസ്റ്റമർ അത് കണ്ടിട്ട് ഓക്കെ ഇനി പ്രിൻറ്റ് ചെയ്തോളൂ, ഓക്കെ ആണെന്ന് കൺഫേം പറഞ്ഞതിന് ശേഷം മാത്രം പ്രിൻറ്റ് വിടുക. ഇനി പ്രിൻറ്റിങ്ങിന് വിടുന്നതിനെ പറ്റി പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ആ ഒരു ഫോൾഡർ മൊത്തത്തിലൊന്ന് അപ്ലോഡ് ചെയ്യുക. അതായത് ഒരു ആൽബം എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ വർക്ക് മൊത്തത്തിൽ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ആൽബത്തിൻ്റെ ഈ ഒരു ഫോൾഡറിൻ്റെ നെയിമിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന് കാണാൻ പറ്റും. ആ ഷെയറിൽ വന്നിട്ട് കോപ്പി ലിങ്ക് കൊടുക്കരുത്, ഷെയർ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ റെസ്ട്രിക്റ്റഡിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനിയോൺ വിത്ത് ദ ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ,
ചില ആൾക്കാർ നിങ്ങളോട് ഈ വ്യൂവർ എന്നുള്ളത് മാറ്റി എഡിറ്റർ ആക്കാൻ പറയും. കാരണം അവർക്ക് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ചിലർ പറയും. ചിലവരത് പറയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യൂവർ ഇട്ടിട്ട് നിങ്ങൾ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് ഡൺ കൊടുത്ത് ഈ ഒരു ലിങ്ക് വാട്സപ്പ് വഴി പ്രിൻറ്റിങ്ങിന് വിടുന്ന സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾക്കായിട്ട് പ്രിൻറ്റിങ്ങിന് വിടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം, എറണാകുളം അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലത്തുനിന്നും പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാനിപ്പം വർഷങ്ങളായിട്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ തരാം. നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ വർക്ക് അവരെ കൊണ്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ അവരുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ പ്രിൻറ്റിങ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഒരു ആൽബത്തിനെ പറ്റി പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇതിലെന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇനിയും സംസാരിച്ച് കഴിഞ്ഞാൽ നീണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും കമൻറ്റ് ചെയ്യാറില്ല. എല്ലാവരും വന്നിട്ട് DM-ൽ ഓരോരോ സംശയമായിട്ട് സെപ്പറേറ്റ് ചോദിക്കുവാണ്. അപ്പോൾ എനിക്കിതെല്ലാം നോക്കാൻ പറ്റില്ല ചില സമയത്ത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് സംശയങ്ങളെന്ന്. അപ്പോൾ ആ സംശയങ്ങളെല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ട് അതൊരു വീഡിയോ ആയിട്ട് അതെല്ലാം തീർത്ത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആൽബമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കുക. ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് നമുക്ക് പിന്നൊരു വീഡിയോ ചെയ്യാം. ഒരു 2-3 ദിവസത്തിന് ശേഷം വേറൊരു വീഡിയോ ചെയ്യാം. അതിൽ ആ സംശയങ്ങളെല്ലാം തീർത്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാം ഒരുവിധം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഡൊണേഷൻസ് അയക്കാനുള്ള ലിങ്കും താഴെ കാണാം കേട്ടോ. താങ്ക് യു.